ഏറ്റവും മികച്ച ബാറ്റ്സ്മാൻമാരിൽ ഒരാൾ. കരിയറിന്റെ ഏറ്റവും നല്ല ഫോമിൽ നിൽക്കുന്ന സമയം. അന്ന് അയാൾക്ക് പ്രായം വെറും 33 വയസ്സ്. പക്ഷെ പെട്ടെന്നൊരു ദിവസം അയാൾ ക്രിക്കറ്റ് മൈതാനങ്ങളിൽ നിന്ന് അപ്രതീക്ഷിതനാകുന്നു. IPL-ൽ കളിക്കണം എന്ന ഒറ്റ വാശി അയാളുടെ കരിയർ തന്നെ തകർത്തു കളഞ്ഞു. ഇംഗ്ലീഷ് ഇതിഹാസം കെവിൻ പീറ്റേഴ്സൺ വർഷങ്ങൾക്ക് ശേഷം ആ ഞെട്ടിക്കുന്ന സത്യങ്ങൾ വെളിപ്പെടുത്തുകയാണ്. രൺവീർ അല്ലാവാദിയയുമായുള്ള അഭിമുഖത്തിൽ അദ്ദേഹം നടത്തിയ വെളിപ്പെടുത്തലുകൾ ഞെട്ടിക്കുന്നതാണ്. എന്താണ് പീറ്റേഴ്സന്റെ കരിയറിൽ യഥാർത്ഥത്തിൽ സംഭവിച്ചത്? ഇംഗ്ലണ്ട് ക്രിക്കറ്റ് ബോർഡും പീറ്റേഴ്സണും തമ്മിലുണ്ടായിരുന്ന ആ ശീതയുദ്ധത്തിന്റെ കഥ എന്താണ്? 2000-ന്റെ അവസാനം IPL അതിന്റെ പ്രതാപത്തിലേക്ക് ഉയരുന്ന കാലം. അന്ന് ഇംഗ്ലണ്ട് ക്രിക്കറ്റ് ബോർഡ് തങ്ങളുടെ കരാറുള്ള താരങ്ങളെ IPL-ൽ കളിക്കാൻ അനുവദിച്ചിരുന്നില്ല. എന്നാൽ ക്രിക്കറ്റിന്റെ ഭാവി IPL പോലുള്ള ലീഗുകളാണെന്ന് തിരിച്ചറിഞ്ഞ ചുരുക്കം ചിലരിൽ ഒരാളായിരുന്നു പീറ്റേഴ്സൺ. അദ്ദേഹം ബോർഡിന്റെ നയത്തിനെതിരെ പരസ്യമായി രംഗത്തു വന്നു. തന്റെ കരിയർ അപകടത്തിലാകുമെന്നറിഞ്ഞിട്ടും അദ്ദേഹം IPL-ന് വേണ്ടി വാദിച്ചു. ഇന്ന് കാണുന്ന ഫ്രാഞ്ചൈസി ക്രിക്കറ്റ് വിപ്ലവത്തിന് ഇംഗ്ലണ്ടിൽ തുടക്കമിട്ടത് പീറ്റേഴ്സൺ ആണ്. ഇംഗ്ലണ്ട് ടീമിന്റെ ഷെഡ്യൂളുകൾ IPL-ന് തടസ്സമാകാത്ത രീതിയിൽ ക്രമീകരിക്കണമെന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടു. T20 ക്രിക്കറ്റിൽ നിന്ന് വിരമിച്ച് ഏകദിനത്തിലും ടെസ്റ്റിലും ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ അദ്ദേഹം ആഗ്രഹിച്ചപ്പോൾ ബോർഡ് അത് അനുവദിച്ചില്ല. ഈ കടുംപിടുത്തത്തിനെതിരെ അദ്ദേഹം ഒറ്റയ്ക്ക് പോരാടി. ഡ്രസ്സിംഗ് റൂമിലെ ചില മുതിർന്ന താരങ്ങളും മാനേജ്മെന്റും പീറ്റേഴ്സനെ ഒരു കലാപകാരിയായി ചിത്രീകരിച്ചു. അദ്ദേഹത്തെ ടീമിൽ നിന്ന് പുറത്താക്കാൻ ബോർഡ് മാധ്യമങ്ങളെ ഉപയോഗിച്ച് തെറ്റായ വാർത്തകൾ പ്രചരിപ്പിച്ചുവെന്ന് അദ്ദേഹം വെളിപ്പെടുത്തുന്നു. തന്റെ വ്യക്തിത്വത്തെ ചോദ്യം ചെയ്ത് സിസ്റ്റത്തോടും മാധ്യമങ്ങളോടും അദ്ദേഹം വിട്ടുവീഴ്ചയില്ലാതെ പോരാടി. പീറ്റേഴ്സൺ നടത്തിയ പോരാട്ടം വെറുമൊരു വാശിയായിരുന്നില്ല. ഇംഗ്ലണ്ട് ക്രിക്കറ്റിലെ അടിമത്ത മനോഭാവത്തിനെതിരെയുള്ള യുദ്ധമായിരുന്നു അത്. ഞാൻ പണം വാങ്ങി എവിടെ കളിക്കണമെന്ന് തീരുമാനിക്കാൻ എനിക്ക് അവകാശമുണ്ട് എന്ന് അദ്ദേഹം ഉറപ്പിച്ചു പറഞ്ഞു. അന്ന് പീറ്റേഴ്സൺ ആ കൈപ്പേറിയ പോരാട്ടം നയിച്ചതുകൊണ്ടാണ് ഇന്ന് ജോസ് ബട്ട്ലറും സാം കറനുമെല്ലാം IPL-ൽ കോടികൾ നേടുമ്പോൾ ഇംഗ്ലണ്ട് ബോർഡ് അവർക്ക് കൈയടിക്കുന്നത്. ചുരുക്കത്തിൽ പീറ്റേഴ്സൺ വിതച്ചതിന്റെ ഫലമാണ് ഇന്നത്തെ ഇംഗ്ലീഷ് താരങ്ങൾ കൊയ്യുന്നത്. IPL-ൽ കളിക്കാനുള്ള പീറ്റേഴ്സന്റെ തീരുമാനമാണ് ഇംഗ്ലണ്ട് ക്രിക്കറ്റ് ബോർഡുമായുള്ള തർക്കങ്ങൾക്ക് വഴിവെച്ചത്. ആ തീരുമാനത്തിന് അദ്ദേഹം വലിയ വില നൽകേണ്ടി വന്നു. വെറും 33 വയസ്സിലാണ് പീറ്റേഴ്സന് ഇംഗ്ലണ്ട് ജേഴ്സി അയച്ചു വെക്കേണ്ടി വന്നത്. 104 ടെസ്റ്റുകളിൽ നിന്ന് 8181 റൺസ് നേടിയ ആ ഇതിഹാസം അന്ന് തന്റെ കരിയറിന്റെ പീക്കിലായിരുന്നു. ആ തർക്കങ്ങൾ ഉണ്ടായിരുന്നില്ലെങ്കിൽ എനിക്ക് കുറഞ്ഞത് 180 മുതൽ 160 വരെ ടെസ്റ്റുകൾ കളിക്കാമായിരുന്നു, 12,000-ന് മുകളിൽ റൺസ് നേടാമായിരുന്നു എന്ന് പീറ്റേഴ്സൺ പറയുന്നു. തന്റെ കരിയർ നശിപ്പിക്കാൻ ബോർഡ് മാധ്യമങ്ങളെ വരെ ഉപയോഗിച്ചുവെന്ന ഗുരുതരമായ ആരോപണവും അദ്ദേഹം ഉന്നയിക്കുന്നുണ്ട്. ഒരു താരത്തെ എങ്ങനെ മാനസികമായി തകർക്കാം എന്നതിന്റെ ഉദാഹരണമായിരുന്നു അക്കാലത്തെ ഇംഗ്ലീഷ് മാധ്യമങ്ങളുടെ പീറ്റേഴ്സനോടുള്ള സമീപനം. പക്ഷേ ഇന്നും പീറ്റേഴ്സൺ തല ഉയർത്തി നിൽക്കുന്നു. കുറച്ചു ദിവസം മുമ്പ് ജോസ് ബട്ട്ലർ പീറ്റേഴ്സനോട് നന്ദി പറഞ്ഞു. അന്ന് നിങ്ങൾ ആ പോരാട്ടം നടത്തിയില്ലായിരുന്നുവെങ്കിൽ ഇന്ന് ഞങ്ങൾക്ക് ഈ അവസരം ലഭിക്കില്ലായിരുന്നു എന്നായിരുന്നു ബട്ട്ലറുടെ വാക്കുകൾ. ചില പോരാട്ടങ്ങൾ അങ്ങനെയാണ്. അതിൽ ഏർപ്പെടുന്നവർക്ക് വലിയ നഷ്ടങ്ങൾ സംഭവിക്കാം. പക്ഷെ വരും തലമുറയ്ക്ക് അത് വലിയൊരു വിജയത്തിലേക്കുള്ള വാതിലുകൾ തുറന്നു കൊടുക്കും. കെവിൻ പീറ്റേഴ്സൺ എന്ന ഈ ഇംഗ്ലീഷ് ഇതിഹാസം ഇന്ന് തന്റെ കരിയറിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ ഒരുപക്ഷെ 150 ടെസ്റ്റുകളോ 12,000 റൺസോ അദ്ദേഹത്തിന്റെ അക്കൗണ്ടിൽ കണ്ടെന്നു വരില്ല. എന്നാൽ ഇന്ന് IPL ലേലത്തിൽ ഇംഗ്ലീഷ് താരങ്ങളുടെ പേര് വിളിക്കുമ്പോൾ ആ ബോർഡിന് അവരെ തടയാൻ കഴിയാത്തത് പീറ്റേഴ്സൺ അന്ന് നടത്തിയ ആ വിട്ടുവീഴ്ചയില്ലാത്ത പോരാട്ടം ഒന്നുകൊണ്ട് മാത്രമാണ്. അദ്ദേഹം പറഞ്ഞതുപോലെ കരിയർ നശിപ്പിക്കപ്പെട്ടേക്കാം, പക്ഷേ വഴിവെട്ടിയത് ഞാനാണ്. ആ വാക്കുകളിൽ ഒരു പോരാളിയുടെ അഭിമാനമുണ്ട്. ക്രിക്കറ്റ് ചരിത്രം എന്നും പീറ്റേഴ്സനെ ഓർക്കുക വെറുമൊരു ബാറ്റ്സ്മാൻ ആയിട്ടല്ല, മറിച്ച് മാറ്റത്തിന് വേണ്ടി കലഹിച്ച വിപ്ലവകാരിയായിട്ട് കൂടിയായിരിക്കും.